ശ്രീകുമാർ, ഇപ്പോൾ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ റിട്ടേൺ ആണോ? ഷാഫി പറമ്പിൽ ഈ ആക്രമണത്തിന് ഇരയായി ആശുപത്രിയിൽ കിടന്നപ്പോൾ രാഹുൽ അവിടെ വരികയും നടത്തിയ പ്രതികരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ തരുണത്തിൽ ഒരു ചർച്ചയിലേക്കൊക്കെ വഴിവെച്ചിരുന്നു. എന്ന് മാത്രമല്ല, ചില ഇടങ്ങളിൽ നിന്നൊക്കെ ഉപശാലകളിൽ നിന്നൊക്കെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും രാഹുൽ തന്നെ വരും എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. അത് അസ്ഥാനത്തായി ഇന്ന് പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പലരും വിചാരിച്ചതുപോലെ, രമേശ് ചെന്നിത്തല പോലും വിശ്വസിച്ചതുപോലെ ഉള്ള ഒരു തീരുമാനമല്ല എങ്കിൽ പോലും ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് അടുത്ത റൗണ്ടിൽ പോവാം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിട്ടേൺ ആണോ? കോൺഗ്രസ് പതിയെ അതിനോട് സമരസപ്പെടുകയാണോ? എന്ത് തോന്നുന്നു? നോക്കൂ ശ്രീ അഭിലാഷ്, രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിൽ പ്രാഥമിക മെമ്പർഷിപ്പിൽ ഇപ്പോൾ ഇല്ല. പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാത്രത്തോളം കാലം അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം പാർട്ടിയിൽ അദ്ദേഹത്തിനെതിരെ ചില ആക്ഷേപങ്ങൾ വന്നപ്പോൾ പ്രാഥമിക നടപടി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ ആ കോൺഗ്രസ്സുകാരനോടൊപ്പം നാട്ടിലുള്ള ഏത് പൗരനും ഒപ്പം ചേരാൻ ഒരു കുഴപ്പമില്ല. CPM-ൻ്റെ ഒരു ശൈലിയല്ല ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. CPM-ൻ്റെ ശൈലി എന്താണെന്നുള്ളത് നമ്മൾ TP ചന്ദ്രശേഖരൻ മതത്തിൽ കണ്ടതാണ്. അതായത് പാർട്ടിയുടെ നിലപാട് അദ്ദേഹം കുലംകുത്തി എന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ അച്യുതാനന്ദനോട് പത്രരേഖകൾ ചോദിച്ചു, കുലംകുത്തി എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞു, അത് മിസ്റ്റർ വിജയൻ്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായമല്ല. ഇത് ആ പാർട്ടിയിൽ പണ്ട് നടന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരാൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞാൽ ആ കോൺഗ്രസ്സുകാരനോടൊപ്പം ഏതൊരു കോൺഗ്രസ്സുകാരനും കൂട്ടുചേരാം. പക്ഷേ പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിൽ പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ ക്ഷണിച്ചിരുത്തണമെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള സസ്പെൻഷന്റെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം വിശദീകരണം കൊടുത്ത് അതിനുശേഷം കാര്യമല്ലേ? ശരി, കോൺഗ്രസിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള വേദിയിൽ രാഹുൽ വരണമെങ്കിൽ സസ്പെൻഷൻ പിൻവലിക്കണം. അതൊരു സാങ്കേതിക കാര്യമല്ലേ? ഇപ്പോ ഇന്ന് രാഹുലിനൊപ്പം അണിനിരന്നവർ, രാഹുലിനെ തോളിലേറ്റിയവർ കോൺഗ്രസ്സുകാരല്ല, ലീഗുകാരല്ല എന്ന് വാദിക്കാൻ കഴിയുമോ? പറ്റില്ല. അവിടുത്തെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രാദേശിക സംവിധാനങ്ങളുടെ ഭാരവാഹികളും പഞ്ചായത്തുകളുടെയും മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ ഭാരവാഹികളും ജനപ്രതിനിധികളും ഒക്കെയാണ് അവർ. അപ്പോൾ കോൺഗ്രസ് ഒരു നടപടി എടുത്തു. അത് പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും സ്വീകരിക്കുന്നില്ല. അവർക്ക് പാർട്ടിയേക്കാൾ വിശ്വാസം രാഹുലിനെയാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരില്ലേ? അപ്പോൾ അല്ല, അതൊരു നല്ല ചോദ്യമാണ് ശ്രീ അഭിലാഷ്. അതായത് ഈ പാലക്കാട് രാഷ്ട്രീയമാണ് എൻ്റെ പിന്നിൽ. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ലക്ഷ്യമിട്ട് CPM കുറേ കാലം, എനിക്ക് എക്കോ വരുന്നുണ്ട് കേട്ടോ, CPM കുറേ കാലമായിട്ട് അവിടെ ഇവരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ചില രാഷ്ട്രീയ ആയുധങ്ങൾ തേച്ചു മിനുക്കുന്ന എന്നൊരു വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു തീവ്രമായ വികാരം കോൺഗ്രസ്സുകാരിൽ ഉണ്ടാകും. കാരണം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തലിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം പാർട്ടിക്കെതിരെ അല്ല പ്രതികരിച്ചത്. അദ്ദേഹം പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയി. അദ്ദേഹം കുറച്ചു കാലം നിശബ്ദനായിരുന്നു. അതിനുശേഷം പാലക്കാട് MLA എന്ന നിലയ്ക്ക് വന്നാൽ ഇവിടെ കാല് കുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു, ഭീഷണിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം കാല് കുത്താൻ തീരുമാനിച്ചു. ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ, അതായത് രാഷ്ട്രീയത്തിലെ തീവ്രമായ വികാരം ഉണ്ടാകുമ്പോൾ എതിർ രാഷ്ട്രീയ കക്ഷികളെ മണ്ടത്തരം കാണിക്കുമ്പോൾ ആ നേതാക്കൾ ആലോചിക്കണം. എന്താലോചിക്കണം? ഞങ്ങളൊരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിനെയാണ് വെല്ലുവിളിക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ അണികളും അനുഭാവികളും വിശ്വാസികളും ഒപ്പമുള്ള ഒരു യുവ നേതാവിനെ വെല്ലുവിളിക്കുമ്പോൾ എതിർ രാഷ്ട്രീയ കക്ഷി ഒരു നിമിഷം ആലോചിക്കണം. കാരണം ഇവിടെ തീവ്രമായ രാഷ്ട്രീയ വികാരം വരുമെന്നുള്ളത്. ആ തീവ്രമായ രാഷ്ട്രീയ വികാരം അവിടെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ തോളിലേറ്റുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്, അല്ലെങ്കിൽ UDF പ്രവർത്തകരാണ്, അല്ലാതെ CPM-കാരല്ലല്ലോ. ഇന്നിപ്പോൾ പാലക്കാട്ട് പിരായിരി പഞ്ചായത്തിൽ, ഈ പിരായിരി പഞ്ചായത്തിൻ്റെ സ്വഭാവം അഭിലാഷിന് അറിയാമല്ലോ. കഴിഞ്ഞ തവണ ഏതാണ്ട് 8000 വോട്ടുകൾക്ക്, കൃത്യമായ കണക്ക് രാജുവിനറിയാം, ഏതാണ്ട് 8000 വോട്ടുകൾക്ക് ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭാവന നൽകിയ ഒരു പഞ്ചായത്താണത്. ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു കാര്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ തടയുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ MLA എന്നുള്ള അവകാശത്തെ നിഷേധിക്കലാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. CPM-ൻ്റെ മന്ത്രി സജി ചെറിയാനോട് ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനത്തെക്കുറിച്ച്. അപ്പോൾ സജി ചെറിയാൻ പറഞ്ഞു, അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഇവിടെ മുകേഷിൻ്റെ കാര്യം വന്നപ്പോഴും CPM നിലപാടെടുത്തു. അതേ നിലപാട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും എടുത്തു.
അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പിരായിരി പഞ്ചായത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ തടയാനായിട്ട് DYFIയും BJPയും ഒക്കെ രംഗത്ത് വന്നു. അദ്ദേഹം കാറിൽ നിന്നിറങ്ങി, അദ്ദേഹം നടന്നുപോയി, അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിച്ചു. അദ്ദേഹത്തെ സ്വീകരിച്ച കൂട്ടത്തിൽ സ്ത്രീകളെയും ഞാൻ കണ്ടു, വീട്ടമ്മമാരെ കണ്ടു. അപ്പം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. ആരോപണങ്ങളുണ്ട്, ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല പാർട്ടിയെ വിശ്വാസമില്ല എന്നാണോ എന്ന് ഞാൻ ചോദിച്ചത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്. പാർട്ടിയെ, കോൺഗ്രസിനെ, അതിന്റെ നേതാക്കളെ, ആ നേതൃത്വത്തിന്റെ തീരുമാനത്തെ നിങ്ങളുടെ അണികൾ വിശ്വസിക്കുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് നേതൃപരമായ തീരുമാനം എന്ന് പറയുന്ന അച്ചടക്ക നടപടിയാണ്. അച്ചടക്ക നടപടി അവിടെ വശത്തുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അയാൾ അതേ MLA ആണ്. നേരെ മറിച്ച് MLA അല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് പോകുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. MLAയുടെ ജോലി ചെയ്യണം എന്ന് പറയുന്ന ആരാ? ഈ CPM-കാരാ. CPM-കാർ എപ്പോഴും പറയുന്നു MLA ആണെങ്കിൽ CPM അവർ മാത്രമല്ല, നമ്മുടെ ചാനലിലുള്ള ചില അഭിപ്രായ സ്വരൂപകരും പറയുന്നുണ്ട് ഒരു MLA ചെയ്യേണ്ടത് എന്താണ്? അസംബ്ലിയിൽ പോകണം, അതുപോലെ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം. രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ ഒരു ദിവസം പോയി, പിന്നെ തിരിച്ചു വന്നാണ് അസംബ്ലിയിൽ മറ്റു വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടി പിന്നെ പോകാതെ പാലക്കാട്ട് വന്നു. അതേ MLA ആണ്. ആ MLAക്കുള്ള പിന്തുണ അവർ ജയിപ്പിച്ച MLA, UDF ജയിപ്പിച്ച MLA, CPM-കാർ തോൽപ്പിക്കാൻ ശ്രമിച്ച MLA, CPM-കാരെ 3ാം സ്ഥാനത്തേക്ക് തള്ളിവിട്ട് 18,000 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിന് 3,000-ൽ നിന്നും 15,000 വോട്ടായി വർദ്ധിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ MLA വരുമ്പോൾ ആ MLAയെ തോളിലേറ്റുന്നു. അവിടെ ജനങ്ങളെ MLA തോളിലേറ്റുമ്പോൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല, അവിടെ മുസ്ലിം ലീഗുകാരുണ്ട്. ജനങ്ങളാണ് അച്ചടക്കമൊന്നും കോൺഗ്രസ് വാദിക്കാം. ശരി, അതാണല്ലോ പോയിന്റ്.